കിഫ്ബിയുടെ പേരിൽ സംസ്ഥാന സർക്കാരിന്റെ മേൽ കുതിര കയറാനാണ് കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് നടപടികൾക്ക് പിന്നിൽ. അക്കൗണ്ടുകൾ മരവിപ്പിച്ചാലും തൃശൂരിൽ LDF പ്രചാരണത്തിനുള്ള പണം ജനം തരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബി പദ്ധതി വഴി സംസ്ഥാനത്ത് വികസനം നടക്കുന്നതുകൊണ്ട് ചിലർക്ക് ഇരിക്കപ്പുറതിയില്ലാത്ത അവസ്ഥയാണ്. പ്രതിപക്ഷത്തിന്റേത് കേന്ദ്ര ഏജൻസികളെ സഹായിക്കുന്ന നിലപാടാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇപ്പോ കിഫ്ബിയുടെ പേരിലാണ് സർക്കാരിന് മുകളിൽ ചിലർ കുതിര കയറാൻ പുറപ്പെടുന്നത്. പല ഏജൻസികളെയും ഇറക്കി ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ യാഥാർത്ഥ്യമായപ്പോൾ വരട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല, ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ്, ഒരു കളി കളിച്ചു നോക്കുകയാണ്. എന്തോ ഉണ്ടെന്ന തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിൽ പരത്താൻ പറ്റുമോ? തൃശൂരിൽ വോട്ട് മാത്രമല്ല, പ്രചരണത്തിന് പണവും ജനം തരും. തെരഞ്ഞെടുപ്പ് പോലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നാട്ടുകാർ വോട്ട് മാത്രമല്ല ഞങ്ങൾക്ക് തരിക, അതിൽ ധാരാളം പൈസയും നാട്ടുകാർ തരും. തെരഞ്ഞെടുപ്പിന്റെ ആവശ്യത്തിനുള്ള ചെലവൊക്കെ നാട്ടുകാർ തരുന്ന പൈസയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിറവേറ്റി പോകുന്നത്. അങ്ങനെ നടത്തുന്നൊരു പാർട്ടിയെ, അവിടുത്തെ പ്രവർത്തനത്തെ നിർവീര്യമാക്കാം ഇതുകൊണ്ട് എന്ന് BJP കരുതിയിട്ടുണ്ടെങ്കിൽ അത് കടുത്ത അബദ്ധമായിപ്പോയി. ഇപ്പോൾ സുരേഷ് ഗോപിയെ അവിടെ ജയിപ്പിക്കണം എന്ന ധാരണയിൽ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ച് കളയാം, അപ്പോൾ മറ്റ് പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കുക. ഈ വരുമാനം ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചാൽ ആ പണമൊന്നും എടുത്ത് ചിലവാക്കാൻ പറ്റൂലാലോ എന്നൊക്കെയുള്ള ധാരണകളായിരിക്കാം അവരെ ഇതിന് നയിച്ചിട്ടുണ്ടാകുക. ഇതൊന്നും യേശുന്ന കാര്യമല്ല. നമ്മൾ കാണേണ്ടത് അവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്നയാൾ 3ാം സ്ഥാനത്തായിരിക്കും. തോമസ് ഐസക്കിനെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിച്ച് വശം കെടുത്തിക്കളയാമെന്ന് ആരും കരുതേണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തനംതിട്ട അടൂരിൽ വ്യക്തമാക്കി. റിപ്പോർട്ടർ, പത്തനംതിട്ട.